അന്യസംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലേക്ക് മലയാളികളെ കൊണ്ടുവരാനുള്ള പ്രവർത്തനങ്ങൾ ഊർജിതപ്പെടുത്തി സർക്കാർ. അതേസമയം തെക്കൻ കേരളത്തിലെ ഹോട്ട്സ്പോട്ടുകളിൽ ജാഗ്രത കടുപ്പിച്ചു പോലീസും. ഇപ്പോൾ വാർത്തയുടെ വിശദാംശങ്ങളുമായി റിനു ചേരുന്നു തിരുവനന്തപുരത്തു നിന്നും. റിനു, അന്യസംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലേക്ക് മലയാളികളെ കൊണ്ടുവരാനുള്ള പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയിരിക്കുന്നു. മാത്രവുമല്ല, കേരളത്തിൽ നിന്ന് ആദ്യഘട്ടത്തിൽ മനുഷ്യത്വത്തിൻ്റെ പ്രതീകമായി നിരവധി ട്രെയിനുകളിൽ നമ്മുടെ അതിഥി തൊഴിലാളികളെ അന്യസംസ്ഥാനങ്ങളിലേക്ക് അയച്ചിരുന്നു. ഇപ്പോൾ കേരളത്തിലേക്ക് മറ്റ് നിരവധി സംസ്ഥാനങ്ങളിൽ പെട്ടുകിടക്കുന്ന മലയാളികളെ എത്തിക്കാനുള്ള ശ്രമവും തുടർന്നിരിക്കുന്നു. എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ? വിഷ്ണു, സർക്കാർ എടുക്കുന്ന ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട ഇടപെടലുകൾ എന്ന് വേണം പറയാൻ. ഈ അതിഥി തൊഴിലാളികളെ ഇവിടെ നിന്നും അവരുടെ നാടുകളിലേക്ക് എത്തിച്ചതും ഒപ്പം നമ്മുടെ നാട്ടിലെ മലയാളികളായ ജനങ്ങളെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഇവിടേക്ക് എത്തിക്കുന്നതും വളരെ ഉത്തരവാദിത്തപ്പെട്ട കാര്യമാണ്. കാരണം കേരളത്തിന് പുറത്ത് വലിയ രീതിയിൽ കോവിഡ് പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് ഇവിടേക്ക് ജനങ്ങളെ എത്തിക്കുമ്പോൾ എടുക്കേണ്ടുന്ന ഒരു ഉത്തരവാദിത്തം എത്രമാത്രമാണെന്ന് നമുക്കറിയാം. അതെല്ലാം തന്നെ കൃത്യമായിട്ട് ജാഗ്രതയോടുകൂടി കരുതലോടുകൂടി നിറവേറ്റുന്ന ഒരു ഇടപെടൽ തന്നെയാണ് സംസ്ഥാനത്ത് നിന്ന് ഉണ്ടാകുന്നത്. നോർക്ക വഴിയുള്ള രജിസ്ട്രേഷൻ നടപടികൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്, ഊർജിതപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം ഇന്നു മുതൽ മലയാളികൾ അന്യസംസ്ഥാനത്ത് നിന്ന് കേരളത്തിലേക്ക് എത്തിത്തുടങ്ങും എന്നും അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. സർക്കാരിൻ്റെ ഒരു കമ്മിറ്റി, അതായത് വിശ്വാസ് മേത്ത അധ്യക്ഷനായിട്ടുള്ളൊരു കമ്മിറ്റിയുണ്ട്. ആ കമ്മിറ്റിക്കാണ് ഇവരെ അവിടെ നിന്ന് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് നാട്ടിലേക്ക് എത്തിക്കുവാനുള്ള ഉത്തരവാദിത്വം. നോർക്കയ്ക്ക് രജിസ്ട്രേഷൻ ചുമതല മാത്രമാണുള്ളത്. ഇന്ന് രാവിലെയും നോർക്കയുമായി ബന്ധപ്പെടുമ്പോൾ കൃത്യമായിട്ടുള്ള രജിസ്ട്രേഷൻ നടപടികൾ പുരോഗമിക്കുകയാണ് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. പ്രവാസികളുടെ കാര്യം പരിശോധിക്കുകയാണെങ്കിൽ അത്യാവശ്യം ഉള്ളവരെ മാത്രമാണ് സംസ്ഥാനത്തേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അതായത് മുൻഗണനാ ക്രമത്തിലായിരിക്കും എല്ലാവരെയും എത്തിക്കുക എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അന്യ സംസ്ഥാനത്തുള്ള മലയാളികളായിട്ടുള്ള തൊഴിലാളികളെ എത്രയും പെട്ടെന്ന് ഇവിടേക്ക് എത്തിക്കുവാൻ വേണ്ടിയിട്ടുള്ളൊരു മാർഗരേഖ തന്നെയാണ് സംസ്ഥാന സർക്കാർ നൽകിയിട്ടുള്ളത്. ഒപ്പം ഇങ്ങനെ എത്തുന്നവരെ കൃത്യമായി തന്നെ 14 ദിവസം ക്വാറന്റൈനിൽ കഴിയുവാൻ വേണ്ടിയിട്ടുള്ളൊരു സജ്ജീകരണവും സംസ്ഥാന സർക്കാർ തയ്യാറാക്കിയിട്ടുണ്ട്. വിവിധ കോളേജുകൾ, അതുപോലെ തന്നെ അടഞ്ഞുകിടന്ന ആശുപത്രികൾ, ഇവയെല്ലാം തന്നെ സജ്ജീകരിച്ച് ക്വാറന്റൈൻ റൂമുകൾ തയ്യാറാക്കിയിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് സംസ്ഥാനത്ത്. ഒരു കാരണവശാലും ഒരാൾക്ക് പോലും ചെറിയൊരു ബുദ്ധിമുട്ട് പോലും ഉണ്ടാവാത്ത രീതിയിൽ സജ്ജീകരണങ്ങൾ തയ്യാറാക്കിയിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ. അതുകൊണ്ട് തന്നെ ആരും ഭയപ്പെടേണ്ട സാഹചര്യമില്ല എന്ന് തന്നെയാണ് വകുപ്പ് മേധാവികളും സർക്കാരും കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയൊക്കെ തന്നെ പറഞ്ഞത്. മറ്റൊന്ന്, ഇന്ന് രണ്ടാം ഘട്ട ലോക്ക്ഡൗണിലേക്ക് പോവുകയാണ്. മൂന്നാം ഘട്ട ലോക്ക്ഡൗണിലേക്ക് പോവുകയാണ്. മൂന്നാം ഘട്ട ലോക്ക്ഡൗണിലേക്ക് പോകുമ്പോൾ പോലീസ് കർശനമായിട്ടുള്ള പരിശോധന തന്നെയാണ് റോഡുകളിലൊക്കെ തന്നെ നടത്തുന്നത്. ഇന്നും മാസ്ക് ധരിക്കാത്തവരെ ആരും തന്നെ പുറത്ത് ഇറങ്ങുന്നില്ല എന്നുള്ളതാണ് നമുക്ക് കാഴ്ചയിൽ കാണാൻ കഴിയുന്നത്. അത്തരക്കാർക്കെതിരെ മാസ്ക് ധരിക്കാതെ ഇറങ്ങിയാൽ കർശനമായിട്ടുള്ളൊരു നടപടിയിലേക്ക് പോകാനും പോലീസ് ഒരുങ്ങുന്നുണ്ട്. ഇന്നലെ തന്നെ 3000-ലധികം കേസുകളാണ് സംസ്ഥാനത്ത് മൊത്തത്തിൽ രജിസ്റ്റർ ചെയ്തത് ലോക്ക്ഡൗൺ ലംഘനവുമായി ബന്ധപ്പെട്ട. ഇന്നും വലിയ രീതിയിലുള്ള ഒരു മുൻകരുതലോട് കൂടിയിട്ടുള്ള ഒരു പ്രവർത്തനം പോലീസ് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. നമുക്കറിയാം, മൂന്നാം ഘട്ട ലോക്ക്ഡൗണിലേക്ക് പോകുമ്പോൾ വലിയ ഇളവുകൾ, അതായത് ഹോട്ട്സ്പോട്ട് അല്ലാത്ത സ്ഥലങ്ങളിൽ, റെഡ് സോണുകളിലല്ലാത്ത സ്ഥലങ്ങളിൽ കൃത്യമായിട്ടുള്ള ഇളവുകൾ സർക്കാർ നൽകിയിട്ടുണ്ട്. കടകമ്പോളങ്ങൾക്ക് തുറന്നു പ്രവർത്തിക്കാം. രാവിലെ 7 മണി മുതൽ വൈകുന്നേരം 7:30 വരെ തുറന്നു പ്രവർത്തിക്കാം. അതുപോലെ തന്നെ ഒരു നിലയുള്ള തുണിക്കടകൾക്ക് തുറക്കാം. ബാങ്കുകളെല്ലാം തന്നെ ഇന്നു മുതൽ പഴയ സമയക്രമത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യമുണ്ട്. വ്യക്തമാണ്. അതിഥി തൊഴിലാളികളെ അവരവരുടെ ജന്മനാട്ടുകളിലേക്ക് മടങ്ങിയെത്തിക്കാനുള്ള ശ്രമങ്ങൾ നമ്മുടെ സംസ്ഥാനം നിരവധി നാളുകളായി തുടരുകയാണ്. ഇന്നും അതിഥി തൊഴിലാളികളെയും വഹിച്ചുകൊണ്ടുള്ള ട്രെയിൻ സംസ്ഥാനത്ത് നിന്ന് പുറപ്പെടും. കേരളം അതിഥി തൊഴിലാളികളെ അവരുടെ ജന്മനാട്ടിലേക്ക് അയക്കുന്നത് എങ്ങനെയെന്ന് വിസ്മയത്തോടു കൂടിയാണ് രാജ്യം വിലയിരുത്തുന്നതും. അവർക്ക് ആവശ്യമായ ഭക്ഷണം, മരുന്ന് എല്ലാം നൽകിക്കൊണ്ടാണ് അവരെ മടക്കി അയക്കുന്നത്. മാത്രവുമല്ല, മറ്റ് നിരവധി സംസ്ഥാനങ്ങളിൽ അകപ്പെട്ട് കിടക്കുന്ന മലയാളികളെയും സംസ്ഥാനത്തേക്ക് എത്തിക്കേണ്ടതുണ്ട്. അതിൻ്റെ നേതൃത്വത്തിൽ നോർക്കയുടെ നേതൃത്വത്തിൽ രജിസ്ട്രേഷൻ തുടരുകയാണ്. ഉടൻ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലുള്ള മലയാളികളെ ഇന്ന് തന്നെ എത്തിക്കാൻ തുടങ്ങും എന്നാണ് റിനു നൽകുന്ന വിവരം. മറ്റൊരു വാർത്തയിലേക്ക് കടക്കാം. പ്രവാസികളെ നാട്ടിലെത്തിക്കാൻ കേന്ദ്ര സർക്കാരിൻ്റെ തീരുമാനം. ആദ്യ സംഘം മാലിദ്വീപിൽ നിന്ന്. ഇപ്പോൾ ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി സന്തോഷ് സെർലിംഗ് ചേരുകയാണ് ദില്ലിയിൽ നിന്ന്. സന്തോഷ്, നിരവധി രാജ്യങ്ങളിൽ അകപ്പെട്ട് കിടക്കുന്ന പ്രവാസികളെ ജന്മനാട്ടിലേക്ക് അവരെ എത്തിക്കുന്നു എന്നൊരു സന്തോഷ വാർത്ത കൂടി ലഭിക്കുമ്പോൾ, ആദ്യ സംഘം എത്തുന്നു എന്നൊരു മറ്റൊരു സന്തോഷ വാർത്ത കൂടി ലഭിക്കുമ്പോൾ, ഇതിൽ ആശങ്കാജനകമായ ഒരു കാര്യം,
ഈ വിമാന ടിക്കറ്റുകൾ ഈ പ്രവാസികൾ തന്നെ വഹിക്കണമെന്നൊരു കേന്ദ്ര അറിയിപ്പ് കൂടിയുണ്ട്. അതായത് വിമാന ടിക്കറ്റ് എത്രയാണ്, അതിൻ്റെ ചാർജ് എത്രയാണെന്നുള്ളത് കേന്ദ്രം തന്നെ തീരുമാനിക്കും. നമുക്കറിയാം 5-6 മാസങ്ങളായി ശമ്പളം കിട്ടാതെ, അല്ലെങ്കിൽ അതിൽ കൂടുതൽ മാസങ്ങളായി ശമ്പളം കിട്ടാതെ നിരവധി പ്രവാസികളുണ്ട്. അവർക്കൊക്കെ ഇതൊരു വലിയ പ്രതിസന്ധി കൂടിയാവുകയല്ലേ സന്തോഷ്? വിഷ്ണു, തീർച്ചയായും. കാരണം കേന്ദ്ര സർക്കാർ ഈ പ്രവാസികളെ മടക്കിക്കൊണ്ടുവരാൻ ഒരു പ്രൊസീജിയർ തയ്യാറാക്കിയപ്പോഴൊക്കെ ഇവരെ കൊണ്ടുവരുന്നതിന്റെ ചിലവ് എങ്ങനെയായിരിക്കും എന്നത് സംബന്ധിച്ചുള്ള ചർച്ചകളിൽ അവ്യക്തതയുണ്ടായിരുന്നു. അവസാന നിമിഷം വരെ അത് മാറ്റിവെക്കുകയാണ് ഉണ്ടായത്. നേരത്തെ ഇറാഖ് യുദ്ധകാലത്ത് ഈ ചിലവുകളൊന്നും കൊണ്ടുവരുന്നവർ കൊണ്ട് വഹിക്കാൻ അന്നത്തെ കേന്ദ്ര സർക്കാർ സമ്മതിച്ചിരുന്നില്ല. എന്നതല്ല, കേന്ദ്ര സർക്കാർ സ്വന്തം നിലയ്ക്കാണ് അവരെ കൊണ്ടുവന്നത്. എന്നാൽ ഇപ്രാവശ്യം ഈ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ അങ്ങനെ ഒരു നീക്കം വേണ്ടതില്ല എന്നാണ് കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷെ വലിയ രീതിയിൽ വിമാനം സർവീസുകളിൽ ടിക്കറ്റ് നിരക്ക് ഈടാക്കുന്നത് തടയും. ഒരു ചാർജ് കേന്ദ്ര സർക്കാർ തന്നെ നിശ്ചയിക്കും. ആ തുക പ്രവാസികൾ നൽകുക, അങ്ങനെയുള്ളവരെ മാത്രമേ കൊണ്ടുവരികയുള്ളൂ എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. എന്നാൽ ഈ ആഴ്ച തന്നെ പ്രവാസികളെ ഇന്ത്യയിലേക്ക് മടക്കിക്കൊണ്ടുവന്ന് തുടങ്ങും. ആദ്യഘട്ടമായി കൊണ്ടുവരുന്നത് ഇന്ത്യക്ക് തൊട്ടടുത്തുള്ള ദ്വീപായ മാലിദ്വീപിൽ കുടുങ്ങിപ്പോയവരെയാണ്. മാലിദ്വീപ് കൊച്ചിയിൽ നിന്ന് ഏകദേശം 48 മണിക്കൂർ കപ്പൽ യാത്ര നടത്താൻ മതിയാകും. അതുകൊണ്ട് കപ്പലിലാണ് മാലിദ്വീപിലുള്ളവരെ കൊണ്ടുവരിക. ഇവരെ കൊണ്ടുവന്നതിന് ശേഷം കൊച്ചിയിൽ ഇവരെ ക്വാറന്റൈൻ ചെയ്യും. അതിനുശേഷം ഈ സ്വന്തം സ്വദേശത്തേക്ക് മടങ്ങാം. ഈ ക്വാറന്റൈൻ ചെയ്യുന്നത് മുതലുള്ള ചിലവുകൾ പ്രവാസികൾ തന്നെ വഹിക്കണം എന്നാണ് അറിയാൻ കഴിയുന്നത്. ആദ്യഘട്ടമായി കപ്പലിലൂടെ കൊണ്ടുവരുന്നതിന്റെ ചിലവ് കേന്ദ്ര സർക്കാർ തന്നെ വഹിക്കും. എന്നാൽ ഗൾഫ് രാഷ്ട്രങ്ങളാണ് അടുത്ത ഘട്ടത്തിൽ ഉൾപ്പെടുന്നത്. അവിടെ നിന്ന് വിമാനമാർഗം തന്നെ കൊണ്ടുവരിക, അത് പ്രവാസികൾ തന്നെ ആ ചിലവ് വഹിക്കണം എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. കേന്ദ്ര സർക്കാർ ഒരു മുൻഗണനാ ക്രമവും തീരുമാനിച്ചിട്ടുണ്ട്. ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർ, ഗർഭിണികൾ, മുതിർന്ന പൗരന്മാർ, ടൂറിസ്റ്റ് വിസയിലെത്തി കുടുങ്ങിയവർ, ജോലി നഷ്ടപ്പെട്ടവർ, ഇവർക്കായിരിക്കും പ്രഥമ പരിഗണന നൽകുക എന്നാണ് അറിയാൻ കഴിയുന്നത്. പക്ഷെ കേരളത്തിൽ നിന്നടക്കം മലയാളികൾ ഏകദേശം 5 ലക്ഷത്തോളം പേർ വിവിധ രാഷ്ട്രങ്ങളിൽ നിന്നായി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ മുൻഗണനാ പട്ടിക കൂടി പരിശോധിച്ചതിന് ശേഷമായിരിക്കും അവരിൽ യോഗ്യതയുള്ളവരെ കൊണ്ടുവരിക. ശരി, വ്യക്തമാണ് സന്തോഷ്. പ്രവാസികളെ ജന്മനാട്ടിലേക്ക് എത്തിക്കാനുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. ആദ്യ സംഘത്തെ മാലിദ്വീപിൽ നിന്ന് എത്തിക്കും. ആ ഒരു സന്തോഷ വാർത്തയാണ് ലഭിക്കുന്നത്. എന്നാൽ ഈ വിമാന ടിക്കറ്റിൻ്റെ എല്ലാ ചാർജുകളും അത് പ്രവാസികൾ തന്നെ വഹിക്കണം. അത് കേന്ദ്രം തീരുമാനിക്കും ചാർജ് എത്രയാണെന്നുള്ളത്. അത് പ്രവാസികൾക്ക് വലിയൊരു പ്രതിസന്ധിയാവുകയാണ്. കാരണം നിരവധി മാസങ്ങളായിട്ട് ശമ്പളം മുടങ്ങിക്കിടന്ന് വലിയ സാമ്പത്തിക പരാധീനതകളൊക്കെയാണ് പ്രവാസികൾ ഈ ഘട്ടത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഇതിനു മുമ്പും ഉണ്ടായിട്ടുള്ള നിരവധി യുദ്ധസമാനമായ സാഹചര്യങ്ങളിൽ അന്നുണ്ടായിരുന്ന കേന്ദ്ര സർക്കാരുകൾ പ്രവാസികളെ എത്തിക്കുന്നതിന് വേണ്ടി വിമാന ചാർജുകൾ അവരിൽ അടിച്ചേൽപ്പിച്ചിരുന്നില്ല. ഈ ഒരു കടുത്ത നടപടി കൂടി പ്രവാസികൾക്ക് വലിയ വേദനയാവുകയാണ്. രാജ്യത്തെ 3ാം ഘട്ട ലോക്ക്ഡൌണിന് തുടക്കമായി. ഗ്രീൻ, ഓറഞ്ച് സോണുകളിൽ മദ്യശാലകൾ, ബാർബർ ഷോപ്പുകൾ, കടകൾ എല്ലാം തുറക്കാം. പൊതുഗതാഗതം അനുവദിക്കില്ല. മുഖാവരണം ഇന്നു മുതൽ രാജ്യവ്യാപകമായി നിർബന്ധമാക്കും. ഇന്നു മുതൽ 17-ാം തീയതി വരെ നീളുന്ന 3ാം ഘട്ട ലോക്ക്ഡൌണിനാണ് തുടക്കമാകുന്നത്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ പുതിയ മാർഗനിർദ്ദേശപ്രകാരം രാജ്യത്തെ 3ആയി തരംതിരിച്ചിരിക്കുന്നു. കോവിഡ് വ്യാപിക്കുന്ന റെഡ് സോണുകളിൽ നിയന്ത്രണങ്ങൾ കർശനമായി തുടരും. കഴിഞ്ഞ 21 ദിവസത്തിനിടെ ഒരു രോഗി പോലും റിപ്പോർട്ട് ചെയ്യാത്ത ഗ്രീൻ സോണുകൾക്കും രോഗവ്യാപനം കുറയുന്ന ഓറഞ്ച് സോണുകൾക്കും ഇളവുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഗ്രീൻ സോണുകളിൽ മദ്യശാലകൾ തുറക്കാം. പാൻ, ഗുഡ്ക തുടങ്ങി ലഹരി പദാർത്ഥങ്ങൾ വിൽക്കുന്ന കടകൾക്കും ഇളവുണ്ട്. പക്ഷേ കടകൾക്ക് മുന്നിൽ ഉപഭോക്താക്കൾ പരസ്പരം 6 അടി അകലം പാലിക്കണം. ഈ മേഖലയിലെ വിവാഹ ചടങ്ങുകൾക്ക് 50 പേർക്ക് വരെ പങ്കെടുക്കാം. എന്നാൽ മരണാനന്തര ചടങ്ങുകൾക്ക് 20 പേർ മാത്രം. 50% യാത്രക്കാരുമായി വാഹനങ്ങൾക്കും സഞ്ചരിക്കാം. ബാർബർ ഷോപ്പുകൾ തുറക്കുന്ന സംബന്ധിച്ച് ആഭ്യന്തര മന്ത്രാലയം വ്യക്തത വരുത്തി. ഇതുപ്രകാരം റെഡ് സോൺ ഒഴികെയുള്ള മേഖലകളിൽ നിയന്ത്രണങ്ങളോടെ ബാർബർ ഷോപ്പ്, ബ്യൂട്ടി പാർലറുകൾ എന്നിവ തുറക്കാം. അതേസമയം റെയിൽവേ, മെട്രോ, വിമാനങ്ങൾ എന്നിവയ്ക്കുള്ള നിയന്ത്രണങ്ങൾ സോണുകൾക്കതീതമായി തുടരും. ആളുകൾ കൂടുന്ന മതചടങ്ങുകൾക്കുള്ള നിരോധനം തുടരും. സ്കൂൾ, കോളേജ് തുടങ്ങി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ട്രെയിനിങ്, കോച്ചിംഗ് സെന്ററുകൾ എന്നിവ അടഞ്ഞു തന്നെ കിടക്കും. 65 വയസ്സിന് മുകളിലും 10 വയസ്സിന് താഴെയുള്ളവരും ഗർഭിണികളും രോഗികളും പുറത്തിറങ്ങരുത്. പൊതുസ്ഥലത്തും ജോലിസ്ഥലത്തും മുഖാവരണം നിർബന്ധം. രാത്രി 7:30 മുതൽ രാവിലെ 7 വരെ കർശനമായ യാത്രാവിലക്കും തുടരും. കൈരളി ന്യൂസ്, ദില്ലി. ലോക്ക്ഡൌണിൽ കുടുങ്ങിയ ബീഹാറിലെ കുടിയേറ്റ തൊഴിലാളികൾ നാട്ടിലെത്തുമ്പോൾ കാത്തിരിക്കുന്നത് തൊഴിലില്ലായ്മയും പട്ടിണിയുമാണ്. ബീഹാറിലെ ജനസംഖ്യയിൽ 30%-ലേറെ പേർ കുടിയേറ്റ തൊഴിലാളികളാണ്. 2 മാസത്തിലധികമായി വരുമാനം മുടങ്ങിയവരും കോവിഡ് രോഗഭീഷണി കാരണം ഇവരിൽ പലർക്കും സ്വന്തം വീട്ടിൽ കയറാൻ പോലും കഴിയാത്ത സാഹചര്യവുമാണ്.
സ്വന്തം നാടുകളിലെത്താൻ നോൺ സ്റ്റോപ്പ് തീവണ്ടികൾ ഓടിത്തുടങ്ങിയതോടെ ബീഹാറിലേക്ക് തിരിച്ചെത്താനിരിക്കുന്നത് 10 ലക്ഷത്തോളം പേരാണ്. 40 ദിവസത്തോളം തൊഴിലും വരുമാനമില്ലാതെ കഴിഞ്ഞ ശേഷം കാലിയായ പോക്കറ്റുമായാണ് ഇവരെല്ലാം മടങ്ങിയെത്തുന്നത്. രാജ്യത്ത് തന്നെ തൊഴിലില്ലായ്മ ഏറ്റവും രൂക്ഷമായി അനുഭവപ്പെടുന്ന സംസ്ഥാനമായ ബീഹാറിലേക്ക് ലക്ഷക്കണക്കിന് തൊഴിലാളികൾ തിരിച്ചെത്തുന്നത് കടുത്ത പ്രതിസന്ധി സൃഷ്ടിക്കുമെന്ന് വിദഗ്ധർ വിലയിരുത്തുന്നു. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ബീഹാറിന് ഇവരുടെ എല്ലാം ക്ഷേമം ഉറപ്പാക്കാൻ കഴിയുമോ എന്ന കാര്യത്തിലും ആശങ്ക ഉയരുന്നുണ്ട്. ദേശീയ ശരാശരിയേക്കാൾ ഇരട്ടിയാണ് ബീഹാറിലെ തൊഴിലില്ലായ്മയുടെ നിരക്ക്. കഴിഞ്ഞ വർഷം തൊഴിലില്ലായ്മ നിരക്ക് 10.3%-ായിരുന്നെങ്കിൽ 2020 ഏപ്രിലിൽ ഇത് 46.6%-ആയി ഉയർന്നു. കടുത്ത തൊഴിലില്ലായ്മയാണ് ബീഹാറിലെ ജനങ്ങളെ തൊഴിൽ തേടി അന്യസംസ്ഥാനങ്ങളിലേക്ക് പോകാൻ നിർബന്ധിതരാക്കുന്നത്. 2020 ഫെബ്രുവരിയിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പോപ്പുലേഷൻ സയൻസ് പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം ബീഹാറിലെ പകുതിയിലേറെ കുടുംബങ്ങളിലെയും അംഗങ്ങൾക്ക് തൊഴിൽ തേടി അന്യസംസ്ഥാനങ്ങളിലേക്കോ വിദേശത്തേക്കോ പോകേണ്ടി വരുന്നുവെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഇങ്ങനെ കുടിയേറുന്നവരിൽ 80% പേർക്കും സ്വന്തമായി ഭൂമിയില്ലാത്തവരോ 1 ഏക്കറിന് താഴെ ഭൂമിയുള്ളവരോ ആണെന്നാണ് പഠനം വെളിപ്പെടുത്തുന്നത്. 2011 സെൻസസ് പ്രകാരം രാജ്യത്ത് ഏറ്റവും കൂടുതൽ കുടിയേറ്റ തൊഴിലാളികളുള്ളത് യുപിയിലും ബീഹാറിലുമാണ്. 2.9 കോടി ജനങ്ങളാണ് ഇരു സംസ്ഥാനങ്ങളിൽ നിന്നും അന്യ സംസ്ഥാനങ്ങളിലേക്ക് തൊഴിൽ തേടി പോയിട്ടുള്ളത്. കുടിയേറ്റ തൊഴിലാളികളിൽ 30.7% പേരും തൊഴിലില്ലായ്മ മൂലമാണ് സംസ്ഥാനം വിടുന്നതെന്നാണ് നാഷണൽ സാമ്പിൾ സർവേ പുറത്തുവിട്ട കണക്കുകൾ വ്യക്തമാക്കുന്നത്. കുടിയേറ്റ തൊഴിലാളികളിൽ 22% പേരും മറ്റു പിന്നോക്ക വിഭാഗങ്ങളിൽപ്പെടുന്നവരും 19.3% പേർ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിൽപ്പെടുന്നവരുമെന്നാണ് സർവേ പറയുന്നത്. ബീഹാറിന്റെ രണ്ടാമത്തെ ഏറ്റവും വലിയ വരുമാന സ്രോതസ് കുടിയേറ്റ തൊഴിലാളികൾ അയക്കുന്ന തുകയാണ്. ഒരു തൊഴിലാളി ശരാശരി 2100 രൂപ വീതം പ്രതിമാസം വീടുകളിലേക്ക് അയക്കുന്നുവെന്നാണ് കണക്കാക്കിയിട്ടുള്ളത്. ലക്ഷക്കണക്കിന് തൊഴിലാളികളുടെ വരുമാനം മുടങ്ങുന്നതോടെ ഇവരുടെയെല്ലാം കുടുംബങ്ങളും പ്രതിസന്ധിയിലാകും. ഇതിനെല്ലാം ഉപരി കടുത്ത സാമൂഹ്യ പ്രശ്നങ്ങളും ബീഹാറിലെ മടങ്ങിയെത്തുന്ന കുടിയേറ്റ തൊഴിലാളികൾക്ക് നേരിടേണ്ടി വരുന്നുണ്ട്. ലോക്ക്ഡൌണിനെ തുടർന്ന് കാൽനടയായി സഞ്ചരിച്ച് സ്വന്തം നാട്ടിലെത്തിയ കുടിയേറ്റ തൊഴിലാളികളിൽ പലർക്കും കടുത്ത വിവേചനമാണ് നേരിടേണ്ടി വരുന്നത്. നാട്ടിലെത്തിയ കുടിയേറ്റ തൊഴിലാളികളിൽ പലരെയും സ്വന്തം വീട്ടിൽ കയറാൻ പോലും നാട്ടുകാർ അനുവദിച്ചില്ലെന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. കൈരളി ന്യൂസ്, ദില്ലി. സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസത്തെ കോവിഡ് പരിശോധനാ ഫലങ്ങൾ ആശ്വാസം പകരുന്നതാണ്. കഴിഞ്ഞ ദിവസം ആർക്കും COVID-19 സ്ഥിരീകരിച്ചിട്ടില്ല. ഒരാൾ രോഗമുക്തി നേടി. 95 പേരാണ് ഇനി ചികിത്സയിലുള്ളത്. 401 പേർ ഇതുവരെ രോഗമുക്തി നേടിയിട്ടുണ്ട്. അതേസമയം സംസ്ഥാനത്തെ ബാങ്കുകൾ ഇന്നു മുതൽ സാധാരണ സമയങ്ങളിലേക്ക് കടക്കും. പതിവ് പോലെ രാവിലെ 10 മുതൽ 5 വരെയായിരിക്കും പ്രവൃത്തി സമയം. ഒരാൾക്ക് പോലും കോവിഡ് ബാധിക്കാത്ത ദിവസമാണ് കടന്നുപോയത്. കണ്ണൂർ ജില്ലയിൽ ചികിത്സയിലായിരുന്ന കാസർഗോഡ് സ്വദേശിയുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. ഇതോടെ 401 പേരാണ് ഇതുവരെ കോവിഡിൽ നിന്നും മുക്തി നേടിയത്. 95 പേരാണ് നിലവിൽ സംസ്ഥാനത്തെ വിവിധ ആശുപത്രിയിൽ ചികിത്സയിലുള്ളത്. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലായി 21,720 പേർ നിരീക്ഷണത്തിലാണ്. 37 പേരുള്ള കണ്ണൂരാണ് ഏറ്റവും കൂടുതൽ രോഗബാധിതർ. കോട്ടയത്ത് 18 പേരും കൊല്ലത്തും ഇടുക്കിയിലും 12 പേരും കാസർഗോഡ് 5 പേരും കോഴിക്കോട് 4 പേരും തിരുവനന്തപുരത്തും മലപ്പുറത്തും 2 പേരും പത്തനംതിട്ടയിലും പാലക്കാടും വയനാടും ഓരോരുത്തരും വീതമാണ് നിലവിൽ ചികിത്സയിൽ കഴിയുന്നത്. വയനാട് ജില്ലയിലെ മാനന്തവാടി, എറണാകുളത്തെ എടക്കാട്ടുവയൽ, മഞ്ഞള്ളൂർ, ഇടുക്കി ജില്ലയിലെ ശാന്തൻപാറ എന്നിവ പുതിയ ഹോട്ട്സ്പോട്ടുകളായി പ്രഖ്യാപിച്ചു. ഇതോടെ ഹോട്ട്സ്പോട്ടുകളുടെ എണ്ണം 84 ഉയർന്നു. ആരോഗ്യ പ്രവർത്തകർക്ക് ആദരമർപ്പിച്ച് വ്യോമസേനയുടെ 2 യുദ്ധവിമാനങ്ങൾ സെക്രട്ടേറിയറ്റിന് മുകളിലൂടെ കടന്നുപോയി. വൈകുന്നേരം ശംഖുമുഖത്ത് കോസ്റ്റ് ഗാർഡും ആരോഗ്യ പ്രവർത്തകർക്ക് ആദരമർപ്പിച്ചു. ബാങ്കുകൾ സാധാരണ പ്രവൃത്തി സമയത്തേക്ക് മടങ്ങും. റെഡ്, ഗ്രീൻ, ഓറഞ്ച് വ്യത്യാസമില്ലാതെ എല്ലാ സോണുകളിലും ബാങ്കുകൾ പ്രവർത്തിച്ചു തുടങ്ങും. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. രാജ്യത്ത് കോവിഡ് ബാധിച്ച് ചികിത്സയിൽ തുടരുന്നവരുടെ എണ്ണം 29,000 കടന്നു. 1,373 പേർക്ക് ഇതുവരെ ജീവൻ നഷ്ടമായി. മഹാരാഷ്ട്രയിൽ രോഗബാധിതരുടെ എണ്ണം 12,974 ഉയർന്നു. ദില്ലിയിലും ഗുജറാത്തിലും രോഗബാധിതരുടെ എണ്ണത്തിൽ വൻ വർധനവ്. രാജ്യത്തെ 3ാം ഘട്ട ലോക്ക്ഡൌൺ ആരംഭിച്ചു. ഗ്രീൻ, ഓറഞ്ച് സോണുകളിൽ മദ്യശാലകൾ, ബാർബർ ഷോപ്പുകൾ, കടകൾ എന്നിവ തുറക്കാം. പൊതുഗതാഗതം അനുവദിക്കില്ല. ഇപ്പോൾ ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ദില്ലിയിൽ നിന്ന് ജോയ്സ് ഡാനിയൽ ചേരുകയാണ്. ജോയ്സ്, രാജ്യത്ത് രോഗവ്യാപനം അത് വലിയ രീതിയിലേക്ക് വർദ്ധിക്കുന്നു എന്നുള്ളത് വളരെ ആശങ്കാജനകമായ വാർത്തയാണ്. മാത്രവുമല്ല, മരണം 1,300 കടന്നിരിക്കുന്നു എന്നുള്ള വാർത്തയുണ്ട്. ഏറ്റവും രാജസ്ഥാനിലും ഗുജറാത്തിലുമൊക്കെ രോഗം പടരുകയാണ്. അതേസമയം ഇളവുകൾ ഉണ്ടെങ്കിൽ തന്നെയും കടുത്ത നിയന്ത്രണങ്ങളോടുകൂടിയാണ് ഈ ഇളവുകൾ. എന്തൊക്കെയാണ് ജോയ്സ് ഏറ്റവും പുതിയ വിശദാംശങ്ങൾ?
വിഷ്ണു, കഴിഞ്ഞ 24 മണിക്കൂറിലെ കണക്കുകൾ പരിശോധിക്കാൻ പോലും ഈ രാജ്യത്തെ ഇപ്പോഴത്തെ സ്ഥിതി എന്താണെന്ന് നമുക്ക് വ്യക്തമായി പറയാൻ കഴിയും. 2553 പേരാണ് കഴിഞ്ഞ 24 മണിക്കൂറിനിടെ കോവിഡ് ബാധിച്ചിരിക്കുന്നത്. 72 പേർക്ക് ജീവൻ നഷ്ടമായിരിക്കുന്നു. ഇത് കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുമ്പ് വരെ വലിയ പ്രശ്നങ്ങളില്ലാതെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ വീണ്ടും ഈ രോഗബാധിതരുടെ എണ്ണം 2000-ന് മുകളിലേക്ക് എത്തുന്നത് വലിയ രീതിയിൽ ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. മരണസംഖ്യ 73 മുതൽ 75 വരെ വർദ്ധിക്കുന്ന ഒരവസ്ഥയും കൂടി ഇപ്പോൾ നിലവിലുണ്ട്. ഇത് വലിയ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. മെയ് 2ാം ലോക്ക്ഡൌൺ അവസാനിക്കുന്നതിന് അവസാനം മെയ് ആദ്യ ആഴ്ചയിൽ തന്നെ ഈ രോഗബാധിതരുടെ എണ്ണത്തിൽ കൂടുതൽ ഇളവുകൾ എത്തിക്കാൻ കഴിയും, ഇല്ലെങ്കിൽ അത്തരത്തിലുള്ള രോഗബാധിതരുടെ എണ്ണം കുറയ്ക്കാൻ കഴിയും എന്ന പ്രതീക്ഷയായിരുന്നു കേന്ദ്ര സർക്കാർ ഉണ്ടായിരുന്നത്. പക്ഷേ നിലവിലെ സാഹചര്യം കൂടി പരിഗണിക്കുകയാണെങ്കിൽ അത്തരത്തിലുള്ള നീക്കങ്ങളിലേക്കല്ല പോകുന്നത്. ലോക്ക്ഡൌൺ 3ാം ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ പോലും ഈ രോഗബാധിതരുടെ എണ്ണത്തിൽ പ്രത്യേകിച്ച് കുറവൊന്നും ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് വസ്തുത. എടുത്തു പറയേണ്ട കണക്കുകൾ വരുന്നത് മഹാരാഷ്ട്രയിൽ നിന്നാണ്. മഹാരാഷ്ട്രയിൽ ഇന്ന് രോഗം ബാധിച്ചവരുടെ എണ്ണം 12,974 ഗുജറാത്തിൽ രോഗം ബാധിച്ചവരുടെ എണ്ണം 5,428, ദില്ലിയിൽ 4,549. ഈ 3 സംസ്ഥാനങ്ങളുടെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ ആദ്യഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന പോലെ വീണ്ടും ഈ വർധനവ് തുടരുകയാണ്. ദില്ലിയിൽ കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുമ്പ് വരെ രോഗബാധിതരുടെ നിരക്ക് അതൊരു താരതമ്യേന കുറഞ്ഞു വരുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ 2 ദിവസമായി അവിടെയും ദില്ലിയിലും രോഗബാധിതരുടെ എണ്ണം വലിയ രീതിയിൽ വർദ്ധിക്കുന്നു. ഗുജറാത്തിലും രോഗബാധിതരുടെ എണ്ണത്തിൽ കുറവ് കണ്ടെത്താൻ സർക്കാരിന് കഴിയുന്നില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. മഹാരാഷ്ട്രയിൽ ഇതുവരെ കൊറോണ ബാധിച്ച് മരിച്ചവരുടെ എണ്ണം അത് 548. ഗുജറാത്തിൽ 290 പേരാണ് കൊറോണ ബാധിച്ച് ഇതുവരെ മരിച്ചിട്ടുള്ളത്. ഈ 2 സംസ്ഥാനങ്ങളുടെ മരണനിരക്ക് ദേശീയ ശരാശരിയേക്കാൾ ഉയരത്തിലാണ് എന്ന് തന്നെയാണ് മറ്റൊരു വസ്തുത. രോഗം ബാധിച്ച ആളുകൾ മരിക്കുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നതിനനുസരിച്ചുകൊണ്ട് പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തമാക്കാനാണ് സംസ്ഥാനങ്ങൾ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. രാജ്യത്തുടനീളമുള്ള കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ 1373 പേരാണ് ഇതുവരെ കൊറോണ ബാധിച്ച് മരിച്ചിട്ടുള്ളത്. 11,706 പേർക്ക് ഇതുവരെ രോഗം ഭേദമായിട്ടുണ്ട്. 29,453 പേരാണ് സംസ്ഥാനങ്ങളിലെ വിവിധ ആശുപത്രികളിൽ ഇപ്പോൾ ചികിത്സയിൽ തുടരുന്നത്. ഇതാണ് രാജ്യത്തിലെ പൊതുസ്ഥിതിയായി എടുത്തു പറയേണ്ടതുള്ളത്. ഇപ്പോഴും ടെസ്റ്റിങ്ങുകളുടെ എണ്ണം വലിയ രീതിയിൽ തിരിച്ചടിയാകുന്നുണ്ട് എന്നാണ് സംസ്ഥാനങ്ങൾ വ്യക്തമാക്കുന്നത്. കാരണം നിലവിലെ സാഹചര്യത്തിൽ പോലും ഒരു ദിവസം 1 ലക്ഷം ടെസ്റ്റുകളിലേക്ക് എത്താൻ കഴിഞ്ഞില്ലെങ്കിൽ ഈ പ്രതിരോധ പ്രവർത്തനങ്ങളെ പൂർണ്ണമായും അത് തിരിച്ചടിയാകുന്ന ഒരു അവസ്ഥയാണ്. അതിനിടയിൽ തന്നെ ലോക്ക്ഡൌണിന്റെ 3ാം ഘട്ടത്തിലേക്ക് ലോക്ക്ഡൌൺ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഗ്രീൻ, യെല്ലോ സോണുകൾക്ക് ഇളവുകൾ അനുവദിച്ചിട്ടുണ്ടെങ്കിൽ പോലും കർശന നിയന്ത്രണങ്ങളോടെ തന്നെയാണ് സംസ്ഥാനങ്ങൾ പ്രവർത്തിക്കുന്നത്. കടകൾ അടക്കമുള്ളവ തുറന്നു പ്രവർത്തിക്കാൻ അനുമതി ഉണ്ടെങ്കിൽ പോലും നിരീക്ഷണം കൂടുതൽ ശക്തമാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. നേരത്തെ പഞ്ചാബ് അടക്കമുള്ള ചില സംസ്ഥാനങ്ങൾ ലോക്ക്ഡൌൺ നീട്ടിയിരുന്നു. ഈ ഒരു സാഹചര്യം കൂടി പരിഗണിച്ചാണ് അവിടുത്തെ പ്രവർത്തനങ്ങൾ കുറച്ചുകൂടി കർശനമാക്കാൻ നിരീക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാണ് സംസ്ഥാനങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. ദില്ലിയിൽ അടക്കമുള്ള കടകൾ പ്രവർത്തിക്കുന്നതിന് വലിയ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. വിവിധ സംസ്ഥാനങ്ങളിലെ മദ്യശാലകൾ അടക്കമുള്ളവ ഇന്ന് തുറന്നു പ്രവർത്തിക്കും. സാമൂഹ്യ അകലം അടക്കമുള്ളവ പാലിച്ചുകൊണ്ടായിരിക്കും പ്രവർത്തനമെന്നാണ് അറിയുന്നത്. ഇതൊക്കെ നിരീക്ഷിക്കാനായി സംസ്ഥാനങ്ങൾ പോലീസിനെ നിയോഗിച്ചിട്ടുണ്ട്. മാത്രവുമല്ല വലിയ രീതിയിലുള്ള ഒരുക്കങ്ങളും ഈ സംസ്ഥാനങ്ങളുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ നടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. വാഹനങ്ങൾ അടക്കമുള്ളവ നിരത്തിലിറങ്ങുന്നതിന് കുഴപ്പമില്ല. പക്ഷേ ഒരു വാഹനത്തിൽ ഒരു ഡ്രൈവറും 2 യാത്രക്കാരും മാത്രമേ പാടുള്ളൂ. റെഡ് സോണുകളിൽ ഇതൊന്നും അനുവദിക്കുകയും ചെയ്യില്ല. വലിയ രീതിയിൽ രോഗബാധിത ഉണ്ടായിരിക്കുന്ന തമിഴ്നാട് അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ കൂടുതൽ ഇളവുകൾ നൽകുന്നതിൻ്റെ ഭാഗമായുള്ള ചർച്ചകളും നിലവിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. സംസ്ഥാന തലത്തിൽ വിവിധ യോഗങ്ങളും ചേർന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം കുടിയേറ്റ തൊഴിലാളികൾ അടക്കമുള്ളവരെ തിരിച്ച് നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങളും നടന്നു വരികയാണ്. അതുമായി ബന്ധപ്പെട്ട ചർച്ചകളും നിലവിൽ സംസ്ഥാനങ്ങളിൽ പുരോഗമിക്കുകയാണ്. വിഷ്ണു, വ്യക്തമാണ് ജോയ്സ്. രാജ്യം കടുത്ത ഭീതിയിലാണ്. ദില്ലിയിൽ പുതുതായി 5000-ലധികം രോഗികൾ റിപ്പോർട്ട് ചെയ്തു. അതുപോലെ തന്നെ മഹാരാഷ്ട്രയിലും 4000-ലധികം രോഗികൾ പുതുതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതേസമയം മഹാരാഷ്ട്രയിൽ മരണം 548 അതുപോലെ തന്നെ ഗുജറാത്തിൽ മരണം 298 ആയിരിക്കുന്നു എന്നുള്ള ഒരു ആശങ്കാജനകമായ ഒരു വാർത്തയുണ്ട്. ഈ സംസ്ഥാനങ്ങളിലെ ഉയർന്ന മരണനിരക്കും വലിയ ആശങ്കയാവുകയാണ്. അതേസമയം പ്രതിദിനം രാജ്യം 1 ലക്ഷത്തോളം ടെസ്റ്റുകൾ നടത്തേണ്ട വളരെ അത്യാസന്നമായ ഒരു ഘട്ടത്തിൽ കൂടിയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അടുത്തൊരു വാർത്തയിലേക്ക് പരിശോധിക്കുകയാണെങ്കിൽ കഴിഞ്ഞ 24 മണിക്കൂറിനിടെ ലോകത്ത് 5000-ലേറെ പേർ കോവിഡ് ബാധിച്ചു മരിച്ചു. അമേരിക്കയിൽ മാത്രം മരണം 65,000 കവിഞ്ഞു. ലോകത്താകെ കോവിഡ് ബാധിതരുടെ എണ്ണം 35 ലക്ഷം കടന്നു. 1500-ലേറെ പുതിയ മരണമാണ് ഏറ്റവും ഒടുവിലത്തെ കണക്കിൽ റിപ്പോർട്ട് ചെയ്തത്. 1/4 ലക്ഷത്തിലേറെ പുതിയ കോവിഡ് കേസുകളും അമേരിക്കയിൽ റിപ്പോർട്ട് ചെയ്തു. ഏറ്റവും കൂടുതൽ കോവിഡ് ബാധിതരുള്ള യൂറോപ്പിലെ മിക്ക രാജ്യങ്ങളിലും ലോക്ക്ഡൌൺ നിയന്ത്രണങ്ങൾ പിൻവലിക്കുകയാണ്. അമേരിക്കയാണ് ഒന്നാമത്. റഷ്യയിലും ബ്രിട്ടനിലും രോഗബാധിതരുടെ എണ്ണം ഉയരുകയാണ്. ബ്രിട്ടനിൽ 621 പേരാണ് ഇന്നലെ മരിച്ചത്. സ്ഥിതിഗതികൾ രൂക്ഷമായ പശ്ചാത്തലത്തിൽ ഫ്രാൻസ് 2 മാസത്തേക്ക് കൂടി ദേശീയ അടിയന്തരാവസ്ഥ നീട്ടി. അമേരിക്ക കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മരണം ബ്രിട്ടനിലാകുമെന്നാണ് റിപ്പോർട്ടുകൾ. അതേസമയം ബ്രിട്ടൻ ഒഴികെയുള്ള പ്രധാന യൂറോപ്യൻ രാജ്യങ്ങളിലെല്ലാം കോവിഡ് വ്യാപന നിരക്കും മരണനിരക്കും കുറയുകയാണ്. ലോകത്തെ വിവിധ രാജ്യങ്ങളിലുള്ള കോവിഡ് ബാധിതരുടെ എണ്ണവും മരണനിരക്കും പരിശോധിക്കാം. അമേരിക്കയിൽ രോഗബാധിതർ 11,88,122
വൈറസിനെ അതിജീവിച്ചവർ 1,78,263 പേർ. ഇതുവരെ മരിച്ചത് 68,598 പേർ. അമേരിക്ക കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വൈറസ് ബാധിതരുള്ള രാജ്യമായ സ്പെയിനിൽ രോഗബാധിതരുടെ എണ്ണം 2,47,122 ആയിരിക്കുന്നു. വൈറസിനെ അതിജീവിച്ചവർ സ്പെയിനിൽ 1,48,558 പേർ സ്പെയിനിൽ വൈറസിനെ അതിജീവിച്ചു. മരണം 25,264 ആയിരിക്കുന്നു. ഇറ്റലിയിൽ രോഗബാധിതരുടെ എണ്ണം 2,10,717. വൈറസിനെ അതിജീവിച്ചവർ 81,654. ഇതുവരെ മരിച്ചത് 28,884 പേർ. ഫ്രാൻസിൽ രോഗബാധിതരുടെ എണ്ണം 1,68,693. ഇതുവരെ വൈറസിനെ അതിജീവിച്ചത് 50,784 പേർ. ഇതുവരെ മരിച്ചത് 24,895 പേർ. ജർമ്മനിയിൽ രോഗബാധിതർ 1,65,664. ഇതുവരെ വൈറസിനെ അതിജീവിച്ചത് 1,30,600 പേർ. ഇതുവരെ മരിച്ചത് 6,866 പേർ. ചൈനയിൽ രോഗബാധിതർ 82,880 പേർ. വൈറസിനെ അതിജീവിച്ചത് 77,766 പേർ. ഇതുവരെ മരിച്ചത് 4,633 പേർ. ഇറാനിൽ രോഗബാധിതർ 97,424. അതിജീവിച്ചവർ 78,422. ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള മരണം 6,203. ലോകത്താകെ വൈറസ് ബാധിതരുടെ എണ്ണം 35,66,230. ലോകത്താകെ വൈറസിൽ നിന്നും മുക്തി നേടിയത് 11,54,031 പേർ. ലോകത്താകെ റിപ്പോർട്ട് ചെയ്ത മരണം 2,48,285.